വ്ളോഗാണ്. സ്പെഷ്യൽ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ക്ലാസ്മേറ്റ് വ്ളോഗ് എന്ന് വേണം പറയാനായിട്ട്. ഇന്ന് നമ്മുടെ കല്ലുമണി ഉണ്ട് കൂടെ, എൻ്റെ കൂടെ വ്ളോഗിനകത്ത് കയറിയിരിക്കാനായിട്ട് വന്നേക്കാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്മേറ്റ് വ്ളോഗ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ക്ലാസ്മേറ്റ്സ്, അതായത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കുറച്ച് പേര്, ഒരേ കോളേജിൽ പഠിച്ച് ഒരേ ഹോസ്റ്റലിൽ നിന്ന് ഒരേ ഫാമിലിയെ പോലെ നിന്ന് കുറച്ച് ഫ്രണ്ട്സ് നമുക്ക് ഒരുമിച്ച് ജോലിയൊക്കെ കിട്ടിയ സമയത്ത് ഒരുമിച്ച് അയർലൻഡിലേക്ക് വരാനായിട്ട് പറ്റി. അപ്പോൾ ഹോസ്റ്റൽ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും എങ്ങനെയാണ് ഹോസ്റ്റൽ ലൈഫ് എന്നൊക്കെ. ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് കേട്ടോ ഇപ്പോൾ ഹോസ്റ്റൽ ലൈഫിനെ പറ്റിയൊക്കെ പറയുമ്പോൾ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ ഫ്രണ്ട്സിൽ ഒരുമിച്ച് ഒരേ വർഷം 2007 ഞങ്ങൾക്ക് അയർലൻഡിലേക്ക് വരാൻ പറ്റിയത്. അപ്പോൾ ഒരേ വർഷം, പക്ഷെ പല സ്ഥലത്തായിട്ടായിരുന്നു, പല സ്ഥലങ്ങളിലായിരുന്നു അയർലൻഡിൽ തന്നെ. അപ്പോൾ നമ്മൾ നമ്മുടെ നാടൊക്കെ വിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ചും വേറൊരു കൺട്രിയിലൊക്കെ വരുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓഫ് കിട്ടുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ വേഗം ആർക്കാണോ ഓഫ് ഉള്ളത് അവരുടെ വീടുകളിലേക്ക് പോവുകയും അവിടെ എൻജോയ് ചെയ്യും. പിന്നെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഹസ്ബൻഡുമാരും എല്ലാവരുമായിട്ടായി ഞങ്ങൾ കറങ്ങാനൊക്കെ പോകുന്നു, എല്ലാവരും മീറ്റൊക്കെ ചെയ്യുന്നത്. പിന്നീട് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ വിളികളുടെ എണ്ണവും മീറ്റ് ചെയ്യുന്നതും ഒക്കെ കുറഞ്ഞു വന്നു. കാരണം പിന്നീട് പിള്ളേരും എല്ലാവരും ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡും വൈഫും എല്ലാവരും അറിയാമല്ലോ, നമ്മൾ പുറത്തൊക്കെ ആകുമ്പോൾ ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് പിള്ളേരെ നോക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ വിളികളുടെ എണ്ണവും എല്ലാം കുറഞ്ഞു. അങ്ങനെ പക്ഷെ എന്നാലും നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കോവിഡ് വന്നപ്പോഴാണ് പണി കിട്ടിയത്. കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി. കാരണം കോവിഡ് റെസ്ട്രിക്ഷൻസ് ആയിരുന്നതുകൊണ്ട് ഫാമിലി ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ക്രിസ്മസിനും ന്യൂ ഇയറിൻ്റെ ടൈമിലാണെങ്കിൽ പോലും 4 ഫാമിലിയെ കൂടാൻ പറ്റുള്ളൂ എന്നൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളൊരു 10-15 പേരാണ് വന്നത്. അതിനകത്ത് കുറച്ച് പേരൊക്കെ തൊഴിഞ്ഞു പോയി. ഒരു 6 പേര് പിന്നീട് ഇവിടുന്ന് ഓസ്ട്രേലിയക്ക് പോയി. അപ്പോൾ ഇപ്പം ഞങ്ങൾ ശരിക്കും 8 പേരേ ഉള്ളൂ. ആ 8 പേര് എല്ലാവരും കൂടുന്നു തന്നെയാണ് വിചാരിക്കണത്. ഇങ്ങനെ ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. റെസ്ട്രിക്ഷൻസ് മാറ്റി ഇപ്പോൾ എത്ര ഫാമിലിക്ക് വേണമെങ്കിലും കൂടാം എന്നുള്ളത് ആ ഗവൺമെൻറ് റൂൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും ഇവിടെ മീറ്റപ്പ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്മേറ്റ്സിനെ കാണാൻ പോകുമ്പോൾ വെറുതെ ഒന്നും കാണാൻ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിന്നൊരു കേക്ക് ഉണ്ടാക്കി. അപ്പോൾ കേക്കിന് തന്നെ പേര് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ക്ലാസ്മേറ്റ്സ് കേക്ക് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്മേറ്റ് കേക്കും കൊണ്ട് നമ്മുടെ ക്ലാസ്മേറ്റിൻ്റെ വീട്ടിലെ ക്ലാസ്മേറ്റ്സിനെ എല്ലാവരെയും കാണാൻ പോകണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് ക്ലാസ്മേറ്റ്സിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്ത് നമുക്കത് ടേസ്റ്റി ആണോ അല്ലേ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ക്ലാസ്മേറ്റ്സിനോട് തന്നെ ചോദിക്കാം. പിന്നെ ആ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് വേഗം തന്നെ കേക്ക് പാക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ക്ലാസ്മേറ്റ് കേക്ക് നമ്മൾ ഉണ്ടാക്കിയത് ഇതുപോലെ നല്ല ബോക്സിനകത്താക്കി പൊതിഞ്ഞത് ഇതുപോലെയൊക്കെ റിബണൊക്കെ വെച്ച് കേട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തേക്കാണ്. ഇനി നമുക്ക് ഇതും കൊണ്ട് നമ്മുടെ ക്ലാസ്മേറ്റിന്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഒരു 45 മിനിറ്റ്സ് എടുക്കും നമുക്ക് അവരുടെ വീട് വരെ എത്താനായിട്ട്. ഇനി അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ അവരോട് തന്നെ ചോദിക്കാം. അപ്പൊ നമുക്ക് ഇതുകൊണ്ട് പോകാം. സമയം ഇവിടെ ഇപ്പോൾ അയർലൻഡിൽ വൈകുന്നേരം 6:15. പക്ഷേ പുറത്ത് ഇരുട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു 9:10 മണിയുടെ ഫീലാണ് ഇപ്പോൾ തരുന്നത്. കാരണം ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇരുട്ടാനായിട്ട് തുടങ്ങും. നമ്മുടെ വണ്ടി ഇപ്പോൾ നമ്മളങ്ങനെ മോട്ടോർവേയിലോട്ട് കയറി. മോട്ടോർവേ എന്ന് പറയുമ്പോൾ 120 km/h നമ്മുടെ വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മോട്ടോർവേയും റോഡ്സുകളെല്ലാം തന്നെ ഭയങ്കര സ്മൂത്താണ്. എത്ര ദൂരെ യാത്ര ചെയ്താലും നമുക്ക് ആ ഒരു ക്ഷീണം അനുഭവപ്പെടുകയില്ല. ആദ്യം ഞാൻ 45 മിനിറ്റ്സ് ആണ് അവരുടെ വീട് വരെ എത്താമെന്ന് പറഞ്ഞെങ്കിലും 1 hour നമ്മുടെ ഗൂഗിൾ അമ്മച്ചി പറഞ്ഞത്. ഇവിടെ ഗൂഗിൾ ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. അല്ലാതെ ആരോടെങ്കിലും ചോദിച്ച് പോകാമെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കിടക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഗൂഗിൾ അമ്മച്ചി പറഞ്ഞ വഴി കൂടെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പോണ വഴിക്ക് ഫുഡും കൂടെ കളക്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. പിന്നെ നമ്മുടെ ഒരു രീതി വെച്ചിട്ട് നമ്മൾ 6 മണിക്കാണ് അവിടെ എല്ലാവരും കൂടെ മീറ്റപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മളെ അറിയാമല്ലോ, നമ്മളെല്ലാവരും 6 മണിയെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞ് വൈകി എത്തുന്നവരായതുകൊണ്ട് 6 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഫുഡൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ അവരുടെ വീട്ടിലെത്തുമ്പോഴത്തേക്കും എന്താണെങ്കിലും ഒരു 7:30-8 മണിയാവും.
ആർ യു ഹംഗ്രി കല്ലു? ഇങ്ങോട്ട് നോക്ക് കല്ലു. ആർ യു ഹംഗ്രി? അയ്യോ ഇരുട്ടാണല്ലോ കല്ലു. ആർ യു ഹംഗ്രി? നമ്മൾ ഫുഡ് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിന് വീട്ടിലല്ലേ പോണേ, നമ്മുടെ അവിടെ പോയിട്ട് കഴിക്കും ഫുഡ് കേട്ടോ. അത്രയും നേരം വിശപ്പില്ലായിരുന്ന പിള്ളേർക്ക് പെട്ടെന്ന് മാക്ഡൊണാൾഡ്സ് കണ്ടപ്പോൾ ഒരു ചെറിയ വിശപ്പൊക്കെ വന്നു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ വീടെത്താറായിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ ഗൂഗിള് നമ്മളെ അധികം തെറ്റിക്കാതെ അങ്ങ് എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അടുത്തെവിടെയാണ് വീട് നമ്മൾ കണ്ടുപിടിക്കണം. ചില സമയത്ത് നമ്മളെ ഗൂഗിള് ചിലപ്പോൾ തെറ്റിക്കാറുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും കാർഡൊക്കെ എത്തുമ്പോൾ പറയും യുവർ ഡെസ്റ്റിനേഷൻസ് ഹിയർ എന്നൊക്കെ പറയാറുണ്ട്. ഇപ്രാവശ്യം എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. നമ്മളെന്തായാലും വീടിനടുത്ത് എത്തിച്ചിട്ടുണ്ട്. ഈ സാധനം കൊണ്ട് നമുക്ക് ഈ സർപ്രൈസ് കൊണ്ട് അതേക്ക് വരാം. ഡോറ് തുറന്ന് നമ്മുടെ കയ്യിലെ സർപ്രൈസ് ബോക്സ് കണ്ടപ്പോൾ നമ്മളെ കണ്ടതിലും വലിയ സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവരുടെയും മുഖത്ത്. ടു 2008 ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദറിൻ്റെ ഫോട്ടോയാണിത്. ഇത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് 2011 ഒരു ഓണത്തിനെടുത്ത ഗെറ്റ് ടുഗദറിൻ്റെ ഫോട്ടോയാണിത്. ഇത് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് പേരൊക്കെ പൊഴിഞ്ഞ് ഓസ്ട്രേലിയക്കൊക്കെ പോയത്. അപ്പോഴാണ് എൻ്റെ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞത്. പക്ഷേ ഈ സമയത്ത് എല്ലാ ബാച്ച്മേറ്റ്സിനെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെയുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് ഞങ്ങൾക്ക് ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ. നല്ല അടിപൊളി അപ്പവും ബിരിയാണിയും ബീഫും അച്ചാറും മീൻകറിയും സാലഡും എല്ലാം കൂടി ഞങ്ങളുണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് ഞങ്ങൾ ഫുഡ് മേടിച്ച് സുഭിക്ഷമായിട്ട് കഴിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും റെസ്റ്റ് വേണ്ടേ. ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് നല്ല സുഭിക്ഷമായിട്ട് കഴിച്ചു. പിന്നെ ഫോട്ടോ എടുക്കാനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പണ്ടത്തെ സ്വഭാവം തന്നെ, എല്ലാവരും ഭയങ്കര സ്റ്റൈലായിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ തുടങ്ങി. കുറേ നാളുകൾക്ക് ശേഷം കണ്ടതിൻ്റെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും പിന്നെ പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട്. പിന്നെ പണ്ടേ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള വിഷയങ്ങൾക്ക് ക്ഷാമമൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഞങ്ങൾ വായ തോരാതെ ഇങ്ങനെ ചിലച്ചുകൊണ്ടേയിരുന്നു. പിന്നെ കുട്ടികളാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അവർ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം കളിച്ച് അവിടെയെല്ലാം ഓടി കളിച്ച് തിമിർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരങ്ങ് ടയേർഡായിപ്പോയി. പക്ഷെ ഞങ്ങൾ മാത്രം ടയേർഡായില്ല കേട്ടോ. ഞങ്ങളെങ്ങനെ ടയേർഡാവും? ഞങ്ങൾക്ക് കിട്ടിയൊരു അവസരമല്ലേ. ഞങ്ങളങ്ങനെ സംസാരിച്ച് ഞങ്ങളുടെ പഴയകാല ഓർമ്മകളൊക്കെ, പഴയകാല കോളേജ് ഓർമ്മകളൊക്കെ ഇങ്ങനെ പൊടി തട്ടി സടകൊടഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. 5-10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ തട്ടിക്കൂട്ടി ഞങ്ങളൊരു റീൽ ചെയ്യാമെന്നുള്ള സാഹസത്തിന് മുതിർന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രാക്ടീസ് റീലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി 1:30 കഴിഞ്ഞു. പിറ്റേ ദിവസം ഡ്യൂട്ടിയുള്ള പലരും ഉണ്ട്. അതുമാത്രമല്ല കുട്ടികളും പല വഴി കൂടെ കിടന്ന് ഉറക്കമായി. ഇനിയും ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാതെ വീണ്ടും അടുത്തൊരു റീൽ ചെയ്യാനുള്ള സാഹസത്തിന് മുതിരുമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം ഉണർന്നിരുന്ന കുട്ടികളെല്ലാം കൂടെ പോയി വേഗം തന്നെ ആ കേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കേക്ക് ഇനിയെങ്കിലും ഒന്ന് കട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അവർ ആ കേക്ക് എടുത്തുകൊണ്ട് വന്നത്. എന്തായാലും കേക്ക് കട്ട് ചെയ്യാൻ തന്നെ പോവുകയാണ് നമ്മൾ. രാത്രി 1:30 കഴിഞ്ഞിട്ടും ആ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് അതിനകത്തിരിക്കണ കേക്ക് കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാട്ടോ നമ്മുടെ പാവം പിള്ളേർ ഉറങ്ങാതെ ആ ബോക്സും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഇതുവരെ അവർക്ക് ആ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും അറ്റ് ലാസ്റ്റ് അവർക്കൊരു കത്തി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് ആ ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷം അവരുടെ എല്ലാവരുടെയും മുഖത്ത് കാണാം കേട്ടോ. പിള്ളേരെല്ലാവരും കൂടെ അങ്ങനെ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. പക്ഷേ ബോക്സ് ഓപ്പൺ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും അവിടെ ഒരു കൺഫ്യൂഷൻ. ആരാണ് ബോക്സ് ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്യേണ്ടതെന്ന് അത് വീണ്ടും ഒരു കൺഫ്യൂഷൻ നടക്കട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ സിനോ ചേട്ടനെ വിളിച്ചിരിക്കുകയാണ്.
Anju, very nice. Well done, Anju, well done. Thank you. കട്ട് ചെയ്യാൻ തോന്നുന്നില്ല അഞ്ചു നിങ്ങൾ ഇത്ര ഉയരത്തിലൊക്കെ എന്താ എല്ലാ ക്ലാസ്മേറ്റ്സും കട്ട് ചെയ്യും. കേക്കിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള കുട്ടികളുടെ ആഗ്രഹമെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് വലിയവർ തന്നെ അങ്ങനെ കേക്കിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇനിയുള്ള കുട്ടികളുടെ ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആ കേക്കിലാണ്. ആ കേക്കെങ്കിലും ഞങ്ങൾക്കൊന്ന് കട്ട് ചെയ്യാൻ വിട്ടുതരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേക്കിന് ചുറ്റും നിൽക്കുന്നത്. ആ കേക്കെങ്കിലും കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഒരു കത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മുടെ കുട്ടികൾ. ആ കേക്കിന് ചുറ്റും അങ്ങനെ നിന്നിട്ടും കാര്യമില്ലെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. വീണ്ടും അവിടെ ഒരു ടെസ്റ്റ് സംഭവിച്ചു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിന്നിരുന്ന പിള്ളേരെ എല്ലാം മാറ്റി, ഹസ്ബൻഡുമാരെയും എല്ലാവരെയും മാറ്റി ഞങ്ങൾ വീണ്ടും ആ പഴയ കോളേജ് സ്റ്റുഡൻസ് തന്നെയായി. അങ്ങനെ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് എല്ലാവരും കൂടെ തന്നെ ആ കേക്ക് കട്ട് ചെയ്യാനുള്ള തീരുമാനമെടുത്തു. ഇപ്പോൾ തന്നെ ഞങ്ങളിവിടെ കണ്ടം തുണ്ടം കേക്ക് കട്ട് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ ഈ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പണ്ട് ഹോസ്റ്റലിൽ ബർത്ത്ഡേക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ഓർമ്മയിൽ വന്നു കേട്ടോ. അങ്ങനെ വളരെയധികം ഉത്സാഹിച്ച് ഞങ്ങൾ ആ കേക്കിനെ കണ്ടം തുണ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് ഒരു പരുവമാക്കി. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വളരെ ആകാംക്ഷയോടും പ്രതീക്ഷയോടും കൂടി കാത്തു നിന്നിരുന്ന കുട്ടികൾ വീണ്ടും നിരാശരാകേണ്ടി വന്നു. ആ സങ്കടം അവരുടെ മുഖത്തൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കാരണമായിരിക്കും പിള്ളേരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ കേക്ക് കഴിച്ചു കഴിഞ്ഞ് രാത്രി 2 മണി കഴിഞ്ഞപ്പോൾ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് അങ്ങനെ പിരിഞ്ഞു. അപ്പോൾ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണണ്ടേ? കേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ വീഡിയോയുമായി നമ്മൾ വീണ്ടും തന്നെ വരും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ദിസ് ഈസ് അഞ്ജു സൈനിങ് ഓഫ്.